ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഫാഷൻ ഡിസൈൻ കോഴ്സിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഫാഷൻ ഡിസൈൻ കോഴ്സിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2024-25 അധ്യയ വർഷത്തെ KGTF ഫാഷൻ ഡിസൈൻ ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി പ്രവേശനത്തിലേക്ക് സ്വാഗതം. ഫാഷൻ ഡിസൈൻ ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി പ്രവേശനം 2024-25 അലോട്ട്മെൻറ്റ് ലിസ്റ്റും അന്തിമ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ നേടുവാൻ ആഗ്രഹിക്കുന്നവർ 10/9/2024 വൈകിട്ട് 4 മണിക്ക് മുമ്പായി അഡ്മിഷൻ നേടേണ്ടതാണ്. നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. പബ്ലിക്കേഷൻ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആൻഡ് അലോട്ട്മെൻറ്റ് 3/9/2024. ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് ജോയിനിങ് ബേസ്ഡ് ഓൺ അലോട്ട്മെൻറ്റ് ലിസ്റ്റ്. അഥവാ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 3/9/2024 മുതൽ 10/9/2024. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോയി അവിടെ അഡ്മിഷൻ എടുക്കണം. അതുപോലെ തന്നെ കോമൺ അസസ്മെൻറ്റ് ഓഫ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടത് അവിടെ ക്ലാസ് ആരംഭിക്കുന്നത് 11/9/2024. നെക്സ്റ്റ്, സ്പോട്ട് അഡ്മിഷൻ. അതാർക്കാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നാണ് ഞാനിവിടെ പറയുന്നത്. റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ പഠിക്കാൻ താല്പര്യമില്ലെങ്കിലോ അല്ലെങ്കിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുകയോ ചെയ്താൽ ആ ചാൻസിൽ റാങ്ക് ലിസ്റ്റിൽ താഴെയുള്ള ആളുകൾക്ക് മുകളിലേക്കുള്ള അവസരം അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനുള്ള അവസരം, അഡ്മിഷൻ എടുക്കാനുള്ള അവസരമാണ്. അതിനുള്ള സമയം 24/9/2024 മുതൽ 30/9/2024 ആണ്. അതിൻ്റെ ഉള്ളിലായി നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഇനി ഞാൻ പറയുന്നത് എങ്ങനെയാണ് നാം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടോ എന്ന് അറിയേണ്ടത്. അത് ചെക്ക് ചെയ്യേണ്ട രൂപമാണ്. ഈ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഹോം പേജിൽ പോയാൽ കാണാം. ഹോം പേജിൽ ചെക്ക് യുവർ റാങ്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നെക്സ്റ്റ് പേജിലെത്തുന്നതായിരിക്കും. അവിടെ ഫൈനൽ റാങ്ക് എന്ന് കാണാം. അതിൻ്റെ താഴെ ആപ്ലിക്കേഷൻ നമ്പർ അഥവാ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറോ കൊടുക്കാവുന്നതാണ്. അവിടെ ടൈപ്പ് ചെയ്ത ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാണാവുന്നതാണ്. ഇനി കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും നമ്പർ അതിൽ കിട്ടും. ഹോം പേജിൽ പോയാൽ കാണാം. അവിടെ നിങ്ങൾ നമ്പർ എടുത്ത് നിങ്ങൾക്ക് ആ സ്ഥാപനത്തിലെ അധികൃതർക്ക് വിളിച്ച് സംശയം തീർക്കാവുന്നതാണ്. ഇനി ഞാൻ പറയുന്നത് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻസിനെ കുറിച്ചാണ്. അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട രേഖകൾ: 1. വിടുതൽ സർട്ടിഫിക്കറ്റ് അഥവാ TC ഒറിജിനലാണ് വേണ്ടത്. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞവരായിക്കോട്ടെ അല്ലെങ്കിൽ +2 ഡിഗ്രി ഏത് കോഴ്സ് കഴിഞ്ഞവരായിക്കോട്ടെ അവസാനമായി ചെയ്ത കോഴ്സിൻ്റെ TC ആണ് ഹാജരാക്കേണ്ടത്. 2. സ്വഭാവ സർട്ടിഫിക്കറ്റ് കണ്ടക്റ്റ് സർട്ടിഫിക്കറ്റ് ഒറിജിനലാണ് വേണ്ടത്. 3. SSLC തത്തുല്യ യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റും പകർപ്പും. SSLC ആണോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഏതാണോ നിങ്ങൾ പാസ്സായിട്ടുള്ളത് അതിൻ്റെ ഒറിജിനലും അതുപോലെ ഒരു പകർപ്പും വേണം. 4. SC ST SCB ഭിന്നശേഷി അങ്ങനെയുള്ള റിസർവേഷൻ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്, അത് കൊണ്ടുപോവേണ്ടതുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തുടങ്ങി സംവരണ വിഭാഗങ്ങളിൽ പ്രവേശനത്തിന് അർഹത നേടിയിട്ടുള്ള അപേക്ഷകർ ആയത് പ്രോസ്പെക്ട് പറഞ്ഞിട്ടുള്ള രേഖകൾ സഹിതം നിർബന്ധമായും കൊണ്ടുപോകേണ്ടതാണ്. കൂടുതൽ വിശദ വിവരങ്ങൾക്ക് FDGT അഡ്മിഷൻ 2024-25 പ്രോസ്പെക്റ്റ് കാണുക. ഇനി ഫീസിൻ്റെ കാര്യം പറയുന്നത് നോക്കാം. 1. സർക്കാർ ഫീസായിട്ട് 645 രൂപയാണ് വേണ്ടത്. അത് SC ST ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും പ്രവേശന സമയത്ത് തന്നെ അടക്കണം. ഈ ഫീസ് എല്ലാവർക്കും ബാധകമാണ്, അത് ഏത് കാറ്റഗറി ആയാലും. ഇനി ഫീസ് QR കോഡ് സ്കാനർ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഈ 3 സംവിധാനം വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. രണ്ടാമത്തത് PTA അതുപോലെ തന്നെ മറ്റു ഫീസുകളും പ്രവേശന സമയത്ത് തന്നെ അടയ്ക്കേണ്ടതാണ്. അഥവാ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് PTA ഫണ്ട് എന്ന നിലയ്ക്ക് അവിടെ ഒരു ഫീസ് ഈടാക്കുന്നതാണ്. അത് സർക്കാർ ഫീസായ 645 രൂപയുടെ കൂടെ തന്നെ
ഇതും അവർ കളക്ട് ചെയ്യുന്നതാണ്. ഇനി പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അവർ പറയുന്നതായ എക്സ്ട്രാ ഫീസും മറ്റും നിങ്ങൾ അവിടെ കൊടുക്കേണ്ടതാണ്. എന്നാൽ സർക്കാർ GFD സ്ഥാപനങ്ങളിൽ ഈ ഫീസ് മാത്രമേ നൽകേണ്ടതുള്ളൂ എന്ന് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു വാച്ചിങ് വീഡിയോ.